പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. അർജുന്റെ കുടുംബത്തെ സന്ദർശിച്ച ലോറിയുടമ മനാഫ് ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഒന്നും ഉണ്ടാകില്ലെന്ന് കുടുംബത്തിന് മനാഫിന്റെ ഉറപ്പ്. പരസ്പര സ്നേഹത്തോടെ മുന്നോട്ട് പോകുമെന്നും മനാഫ് പറഞ്ഞു. നേരത്തെ അർജുനെ കണ്ടെത്താൻ വേണ്ടി രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയിലെ ചിലർ മുൻകൈയെടുത്താണ് ഇരുകൂട്ടരെയും തെറ്റിദ്ധാരണകൾ നീക്കാൻ ശ്രമം നടത്തിയത്. കോഴിക്കോട്ടെ അർജുന്റെ കണ്ണാടിക്കലുള്ള വീടിന്റെ സമീപത്തെ മറ്റൊരു വീട്ടിൽ വെച്ചാണ് മനാഫും അർജുന്റെ വീട്ടുകാരും പരസ്പരം കണ്ടത്. മനാഫിനെ കൂടാതെ കുടുംബാംഗങ്ങളായ മുബീർ, അൽഫ്, നിഷാം, അബ്ദുൽ വാലി, സജിദ് എന്നിവർ പങ്കെടുത്തു. അർജുന്റെ കുടുംബത്തെ പ്രതിനിധീകരിച്ച് സഹോദരി അഞ്ജു, സഹോദരൻ അഭിജിത്ത്, സഹോദരി ഭർത്താവ് ജിതിൻ, ബന്ധു ശ്രീനീഷ് എന്നിവർ പങ്കെടുത്തു. മനുഷ്യാവകാശ പ്രവർത്തകൻ നൌഷാദ് തെക്കയിൽ, സാമൂഹ്യ പ്രവർത്തകൻ വിനോദ് മേക്കോത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഖാദർ കരിപ്പടി, അൽബാബു, സായി കൃഷ്ണൻ എന്നിവരാണ് മധ്യസ്ഥ ചർച്ച നടത്തിയത്. ഞങ്ങളൊരു കുടുംബമാണെന്നും ഇവരെ സംഘി അളിയ എന്ന് വിളിക്കരുതെന്നും അർജുൻ്റെ അളിയനും അനിയനും എൻ്റെ കുടുംബമാണെന്നും എൻ്റെ ഭാഗത്തു നിന്ന് എന്തേലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നതായും മനാഫ് പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം